നമസ്കാരം, ന്യൂസ് ടൈംസിലേക്ക് സ്വാഗതം. എന്താണ് വയനാട്ടുകാരുടെ സ്ഥിതി? ഒരു വശത്ത് കൊലയാളി കാട്ടാനയാണെങ്കിൽ മറുവശത്ത് ആളത്തീനി കടുവയാണ്. കൃഷി മുച്ചൂടും നശിപ്പിക്കുന്ന കാട്ടുപന്നിയും കാട്ടുപോത്തും മറ്റ് വന്യമൃഗങ്ങളും മറുവശത്തും. വയനാട്ടുകാർ ജീവിക്കുന്നത് എങ്ങനെയാണ്? പടമലയിൽ ഇതാ ബേലൂർ മക്നയ്ക്ക് പിന്നാലെ കടുവയെയും കണ്ടെത്തിയിരിക്കുന്നു. അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ സ്ഥലത്തിനടുത്താണ് കടുവയെ കണ്ടത്. നാട്ടുകാർ ആശങ്കയിലാകാൻ മറ്റൊരു കാരണം കൂടി ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്? നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വയനാട്ടുകാർ ജീവിക്കുന്നത് തന്നെ എങ്ങനെയാണ്? കാർഷിക മേഖലയിൽ വിളവ് കൂട്ടാൻ നാനോ ടെക്നോളജിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലത്ത് അതിനേക്കാൾ പ്രാധാന്യം കിട്ടേണ്ട വിഷയങ്ങളാണ് കാട്ടിൽ നിന്ന് വീട്ടുമുറ്റത്തെത്തുന്ന മയിലുകളെയും കാട്ടുപന്നികളെയും കുറിച്ച് ചർച്ച ചെയ്യുക എന്നത്. സാധാരണക്കാരനായ കർഷകന് കൺമുന്നിൽ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കപ്പെടുന്ന അവരുടെ കൃഷിത്തോട്ടങ്ങളാണ് പ്രധാനം. കാടിറങ്ങി വരുന്ന കൊലയാളി മൃഗം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്ന ജീവനുകളാണ് പ്രധാനം. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് എന്തുകൊണ്ട് എന്ന് ഇതുവരെ പഠനം നടത്തി കണ്ടുപിടിക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മാത്രം നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളുടെ അവസ്ഥ ആരുടെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കാനും വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതിജീവനത്തിനായി കഷ്ടപ്പെടുന്ന മൃഗങ്ങളും അതേ പരിശ്രമവുമായി മല്ലിടുന്ന സാധാരണ ജനങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ആരുടെ വീഴ്ച കൊണ്ട് സംഭവിക്കുന്നതാണ്? ന്യൂസ് ടൈംസ് ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത് ഇതിന്റെ കാര്യകാരണങ്ങൾ കൂടിയാണ്. ഒപ്പം പടമലയിൽ നിന്നുള്ള ലൈവ് റിപ്പോർട്ടുകളും. ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോകുമ്പോൾ ബേലൂർ മക്നയെ കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് കടുവയെയും കണ്ടെത്തിയിരിക്കുന്നത്. അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ അതേ സ്ഥലത്തിനടുത്ത് തന്നെ ആണ് കടുവയെ കണ്ടത്. പള്ളിയിൽ പോയി വരികയായിരുന്ന ഒരു വീട്ടമ്മയുടെ മുന്നിലേക്കായിരുന്നു ഈ കടുവ ചാടി വീണത്. സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോകുന്ന ജനത, ആശങ്കയിലാകുന്ന ജനത, ആ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ പടമലയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇതാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്? അധികൃതർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമെല്ലാം ഉയർത്തുകയാണ്. നമുക്ക് ആദ്യം ആ വീട്ടമ്മ ഈ അനുഭവം, ഞെട്ടിപ്പിക്കുന്ന ഈ അനുഭവം എങ്ങനെയാണ് ന്യൂസ് 8നോട് വിവരിക്കുന്നത് എന്ന വാക്കുകളിലേക്ക് ആദ്യം കടക്കാം. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും എന്ന്. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാ. ഭയങ്കര എല്ലാം ഇളക്കി മറിച്ച് വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞ് ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാ കയറുന്നത്. അവര് കേട്ടോ ഇല്ലോന്ന് എനിക്കറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങും അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്ത ഒരൊറ്റ പോക്ക. കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് വ്യക്തമാണ്. വീട്ടമ്മ കടുവയെ കണ്ട് പേടിച്ചോടുന്നത് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. ആ നേരത്തെ നമുക്ക് നൽകിയ ആ പ്രതികരണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭയപ്പെട്ടു പോയി, മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കേറുകയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ജീവന് വേണ്ടിയിട്ട് ചകിതരാകുന്ന, ഭയപ്പെടുന്ന ഒരു ജനതയായി മാറേണ്ട അവസ്ഥയിലേക്ക് വയനാട് മാറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആ പ്രതിഫലനങ്ങൾ ആ വീട്ടമ്മയുടെ വാക്കുകളിലുണ്ട്. കാട്ടാന ഒരാളെ ചവിട്ടി കൊന്നിട്ട് ദിവസങ്ങളാകുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെയാണ് കടുവയുടെ സാന്നിധ്യം കൂടി അതേ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വീട്ടമ്മയുടെ നിലവിളി കേട്ട് ഭയപ്പെട്ട് നാട്ടുകാർ ഓടിക്കൂടി. നാട്ടുകാർ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുകൂടി കേൾക്കാം നമുക്ക്. ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ട് പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ് ചേച്ചി. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത് ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കാത്തറ കയറിയിട്ട് ഇപ്പുറത്തെ തിണ്ട കയറിയപ്പോഴത്തേക്ക് കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. കൂവിയപ്പോഴത്തേനും കടുവ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറി പോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള വലിപ്പമുള്ള കടുവയാ. ഒരു ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്.
ഭയങ്കര നീളമുണ്ട്. അതിന്റെ വാലിന് തന്നെ ഉണ്ട് ഈ നീളം. രാത്രി പല തവണ ഈ കടുവയുടെ അലർച്ച കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല, മുൻപും ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടുള്ള ആശങ്കയും പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അതിലേക്ക് കൂടി നമ്മുടെ കേരളത്തിലെ വനം വകുപ്പിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് കണ്ടത്. ഈ വനം വകുപ്പിലെ സ്റ്റാഫ് സ്വന്തം ജീവൻ പണയം വെച്ച് പോകുന്നതിന് ഒരു ഉദാഹരണം കണ്ടത്. 4 ഫോറസ്റ്റ് സ്റ്റാഫ് ഇവിടെ വന്ന് അതിനെ ഓടിക്കാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പോയ അവരുടെ കയ്യിൽ വെറും ഒരു ബോക്സ് ഗുണ്ട്. ഇവരുടെ ജീവൻ എന്ത് വിലയുള്ളത്? ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾ ഹോമിക്കപ്പെട്ടാണ് ഞങ്ങളുടെ ജീവൻ. ഇപ്പൊ ആ പോയ കടുവ തിരിച്ചങ്ങനെ വന്ന ഈ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? 4 പേരിൽ ഒരാളെ കൊണ്ട് കടുവ പോവും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ നിർബന്ധിതരാവുകയാണ്. അതായത് ഇത്രയും ദുരവസ്ഥയിലും ജോലി ചെയ്യാനും നാടിനെ സംരക്ഷിക്കാൻ അവർ നിർബന്ധിതരാവുക. ഇവരുടെ കയ്യിലുള്ള 2 പടക്കവും ഇവരുടെ കയ്യിലുള്ള ചെറിയൊരു കുറുവടിയും മാത്രമാണ് ഇവർക്ക് ആകപ്പാടുള്ളത്. ഒരു ആനയെ വന്നാലോ കടുവ വന്നാലോ തുരത്താനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇതിനു വേണ്ടിയിട്ട് സജീവമായിട്ട് ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ വയലിലെ വിളകളൊക്കെ ആവുന്ന സമയത്ത് കാവല് കിടന്നിട്ടാണ് നെല്ല് വരെ ഇവിടെ കൊയ്തെടുക്കുന്നത്. ഉടനെ സ്ഥലത്തെത്തിയ വനം വകുപ്പ് കാൽപ്പാടുകൾ പരിശോധിച്ചു. അത് പിന്തുടർന്ന് വനത്തിനുള്ളിലേക്ക് കടന്നു. വന്യമൃഗങ്ങളിലെ നാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുഷ്കരമായിട്ടുണ്ട്. കൂടാതെ നിത്യ ജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണിയർക്കും തോട്ടം മേഖല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാം. ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് 154, പിന്നെ ജനജീവിതം സംഭവിച്ചല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവർക്കെല്ലാം ജീവിത സാഹചര്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ബന്ധപ്പെട്ട കർഷകർക്ക് ഒന്നുമില്ല. ആന ഭീതിയിൽ ഇരിക്കുവായിരുന്നു, പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ല. ഇങ്ങനത്തെ കൂടുതൽ ഇടാൻ കത്തിക്കുന്നത് ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഈ നാട്ടില് യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ മിക്കവാറും ആൾക്കാർ പശു കർഷകരാണ്. രാവിലെ പാലളക്കാൻ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾ ജീവിക്കേണ്ട ആളുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പശു കറന്ന് ഈ ഉപജീവന മാർഗം കഴിയുന്നു ജീവിക്കണമല്ലോ. മറ്റുള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ സർക്കാരുകൾ എന്ത് ചെയ്യണം? അവർക്കെല്ലാം മാന്യമായ ശമ്പളം, ജീവിക്കാനുള്ള വേതനം കിട്ടുന്നുണ്ട്. ഇപ്പം ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഇപ്പൊ ഞങ്ങളെ തന്നെ ഭിന്നിപ്പിച്ച്, ഞങ്ങൾ കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റുകാർ, BJP-കാരായിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് ഇവർ ഭരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ ഇവര് ഈ ഭരണകൂടങ്ങളൊന്നുമല്ല. ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തൊരു മാർഗം കാണിച്ചു തരണ്ടേ? ആൾക്കാർ മുന്നോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം. ഇതിപ്പോൾ ഫോറസ്റ്റുകാർ വരുന്നില്ല, പാർട്ടിക്കാർ വരുന്നുണ്ട്, അവരൊക്കെ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ അനാശ? ഇത് നമുക്ക് ജീവിക്കേണ്ടത്. വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ജനങ്ങൾ കടക്കുന്നു. കാട്ടാന വിഷയം പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ കടുവ സാന്നിധ്യം കൂടിയായതോടെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ആരാണ് ഉത്തരം പറയേണ്ടി വരിക? ഈ അധികാരികൾ ആവശ്യത്തിനുള്ള നിലവിലുള്ള നിയമം നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും നമുക്ക് നിയമം കയ്യിലെടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ചില പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ വന്യമൃഗങ്ങളെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ള കാര്യമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമ്മൾ പരസ്യമായി പറഞ്ഞുകൊണ്ടല്ല. നമുക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വയനാട്ടിലെ കൃഷിക്കാർ, സാധാരണക്കാർ ആ വിധത്തിലേക്ക് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മുടെ മക്കളുടെ ജീവന് വേണ്ടി, നമ്മൾ വളർത്തുന്ന നമ്മൾ നട്ടുവളർത്തിയ സസ്യങ്ങൾ, നമ്മൾ നട്ടുവളർത്തിയ കൃഷികൾ നിലനിർത്താൻ വേണ്ടി വലിയൊരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ മയക്കുവടി വയ്ക്കാൻ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഇത്രയും ടെക്നോളജി ഡെവലപ്പായ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി 4-ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ എന്തുകൊണ്ടൊരു ഹെലികോപ്റ്റർ വരുന്നില്ല? അപ്പൊ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ, നാട്ടിലേക്ക് ഇറങ്ങണം. നമ്മളെ പോലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കണം. ഇപ്പൊ പള്ളിയിൽ പോകുന്ന സമയം, പാലളക്കുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് പറയുന്ന കൃഷിക്കാർ, ക്ഷീരകർഷകരാണ് അധികം ഉള്ളത്. രാവിലെ 5 മണിക്ക് എണീച്ച് പശുവിനെ കറക്കാൻ പോകുന്നു. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഇവിടത്തെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങൾ പള്ളിയിലേക്ക് കയറി വരുന്നത്, എന്റെ ചേട്ടനൊക്കെ വരുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ഇപ്പൊ വത്സ എന്ന് പറയുന്ന ഒരു ചേച്ചി ഭയങ്കര കടിച്ചില്ല. ഞാൻ ഇറങ്ങി വത്സ. അപ്പൊ ഇറങ്ങി വരുമ്പോ അവിടെ ആ ചേച്ചി ഇന്ന് കരയുന്നുണ്ട്. അപ്പൊ ഇറങ്ങി വന്നപ്പോ എല്ലാവരോടും പറഞ്ഞു പള്ളി കയറിക്കോ, ഇത് വരുന്നുണ്ടെന്ന്. ഒരു സുരക്ഷയില്ല. ഇപ്പൊ അയച്ചേട്ടന്റെ ആന ഇതാക്കുന്നു, ഇപ്പൊ പുലി വന്നു, ഒരു സുരക്ഷയില്ല. ഞാനിന്ന് പള്ളി തരാൻ വേണ്ടി ഇരുന്നായിരുന്നു, പക്ഷെ ഇന്ന് വന്നില്ല.
രാവിലെ എങ്ങനെ പള്ളിയിൽ ഇനി വരും? അതന്നെ ഭയങ്കര പേടിയാണ് ഇപ്പൊ വയനാട്ടിലെ ജനങ്ങൾക്ക്. പൂർണ്ണമായും ഭീതിയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം മരിച്ച ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വേർപാട് ഞങ്ങളുടെ നാടിനെ ആകെ വേദനയിൽ ആഴ്ത്തിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് കടുവയുടെ പ്രശ്നം കൂടിയായപ്പോൾ എല്ലാവരും വളരെ ഭീതിജനകമാണ്. സാധാരണക്കാരന്റെ ജീവിതം തീർത്തും ദുസ്സഹമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയുള്ള ആർക്കും ധൈര്യപൂർവ്വം പകല് പോലും പുറത്തിറങ്ങത്തില്ല. ഇവിടെ കൊച്ചുമക്കളുണ്ടല്ലോ, അവരെ ഓർത്ത് കുഞ്ഞുങ്ങൾ റോഡിലിറങ്ങാതെ വീട്ടിൽ കുത്തിയിരിക്കുവോ? പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ, പിന്നെ ആരാധനാലയങ്ങളിൽ പോകണ്ടേ, പിന്നെ കടകളിലേക്ക് ആവശ്യങ്ങൾക്ക് പോകണ്ടേ, പിന്നെ കുടുംബങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും തന്നെ 99% പാലുകൊണ്ട് ഈ പശുവിനെ വളർത്തി ജീവിക്കുന്നവരാണ്. അവർ രാവിലെ 4:30 മുതൽ ഇങ്ങോട്ട് പശുവിനെ കറന്ന് പാല് കൊടുക്കണം രാവിലെ. അങ്ങനെയാണ്. പിന്നെ അതുമല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പലരും പോയി പുല്ല് എത്തിക്കൊണ്ടെന്ന് പശുവിന് കൊടുത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെ ഈ ജനം പുറത്തിറങ്ങുന്നത്? എന്നിട്ട് ഇവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിലേറിയവരും ഈ ജനം ഇതുപോലെ ഉണ്ടാക്കുന്ന കാശ് ടാക്സ് ആയിട്ട് മേടിച്ച് ശമ്പളം വാങ്ങുന്നവരും ഇതേ ജനത്തെ നശിപ്പിച്ചാലുള്ള അവസ്ഥ എന്നതാ. ഇവരെന്നാ ചെയ്യുന്നത്? വലിയ രീതിയിലുള്ള പ്രതിഷേധം അധികൃതർക്ക് നേരെ, ഭരണാധികാരികൾക്ക് നേരെ, വനം വകുപ്പിന് നേരെയുമെല്ലാം ഉയരുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് ചെറിയ കുട്ടികളടക്കം ആ പ്രതിഷേധം ഉന്നയിക്കുന്ന കാഴ്ച കാണുമ്പോൾ പടമലയിൽ പ്രതിഷേധ പ്രകടനവും നടക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം ഇതേ സമയത്ത് ബേലൂർ മക്കിനെ പിടികൂടാനുള്ള ദൗത്യമാണെങ്കിൽ 4ാം ദിവസം തുടരുകയുമാണ്. MS അനീഷ് കുമാർ ചേരുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. അനീഷ്, വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് ഒരു നാടിനെ, ജനങ്ങളെ മുഴുവൻ തള്ളിവിടുന്ന സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഈ കടുവ കണ്ടുപിടിക്കാനുള്ള തെരച്ചിൽ അത് ഏത് ഘട്ടത്തിലാണെന്ന് വനംവകുപ്പ് പറയുന്നു? ഞാൻ അനീഷിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് കൂടെ പോകാനുള്ളത്. കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ ഭാര്യ ന്യൂസ് 8നോട് പ്രതികരിച്ചു. നഷ്ടപരിഹാരമല്ല, ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ ഭാര്യ ഷീബ ന്യൂസ് 8നോട് പറയുകയുണ്ടായി. അജീഷ് മരിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഷീബ ചോദിക്കുന്നു. ഒപ്പം തന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ ആർക്കും വരരുതെന്നും ഷീബ ന്യൂസ് 8നോട് പറഞ്ഞു. ഷീബയും കുടുംബവും പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴായിരുന്നു കടുവ ഇറങ്ങിയ വിവരം അറിയുകയും ചെയ്തത്. ഷീബയുടെ വാക്ക്. നമ്മുടെ സങ്കടം നമുക്കല്ലേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ഇതേപോലെ ഞാനിരുന്ന് കരയാ, ഞാനും എന്റെ മക്കളും ഇരുന്ന് കരയുന്നല്ലേ, ആരും കരയാൻ ഇടവരല്ലോ. അതിനൊരു വരുത്തുക, അതെ. എന്നിട്ടും ഒരു ഇതുമില്ല. ഇപ്പൊ അതേ കടുവ വന്നു. ഞങ്ങൾ അതിന്റെ തൊട്ടിപ്പറേ, പള്ളീന്റെ ഇപ്പറയാണല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അന്നേരമാണ്. എന്നിട്ട് ഞങ്ങൾ താഴത്തൊരു വീട്ടിലോട്ട് ഓടിപ്പോയത്. ഞങ്ങള് പള്ളിയിൽ പോവല്ലായിരുന്നു അന്നേരല്ലേ. അന്നേരം ഞങ്ങള് താഴത്തോട്ട് പോയി. നമ്മക്കറിയില്ലല്ലോ ഇനി എന്താ വരുന്ന, ആനയാണോ ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും പറ്റൂല. ഇതേ ഇപ്പൊ ഭയങ്കര ഒരു ഇതായില്ലേ, ഇപ്പൊ തന്നെ ഇത് തന്നെ ന്യൂസ് തന്നെ കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ ഒരു ഗതി ഒരു ആൾക്കും വരല്ലേ. ഇവിടെയല്ല, വയനാട്ടിലല്ല, ലോകത്തൊരു മനുഷ്യനും ഒരു ജീവനും പോകാതെ ഇങ്ങനെ കാട്ടുമൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ? മനുഷ്യന് മക്കളെ സ്കൂളിൽ പോയി, എത്ര ദിവസമായി മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട്. ഒന്ന് പള്ളി ഇത് നോക്കാം, നമ്മുടെ പള്ളി ഇത്ര അടുത്തല്ല, നമുക്ക് അവിടം വരെ ഒന്ന് കയറി പോകാൻ. ആ ചേച്ചീന്റെ വീട് നോക്കിയാൽ 2ാമത്തെ വീട്, പള്ളിന്റെ മുന്നിലുള്ള വീടല്ല, അത്ര അടുത്തല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ നഷ്ടപരിഹാരം കിട്ടിയില്ലേലും നമുക്കില്ല, നമ്മുടെ ആള് നമുക്ക് ഇനി എന്തെന്ന് പറഞ്ഞാലും ഇവിടെ തിരിച്ചെത്തുവോ? വരൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരാളും ഒരു കാരണവശത്താലും, ഇതുകൊണ്ടല്ല വേറെ കാരണത്താലാണ് ഇങ്ങനെ ഒരു ഗതി വന്ന ഒരു പെണ്ണുങ്ങളും പിള്ളേരും ഇരുന്ന് കരയാനുള്ള ഇടവരല്ലേ. ഇത്രയും. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായിട്ട്. അനീഷ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയിലേക്ക് ജനങ്ങൾ കിടക്കുക. ബേലൂർ മക്കിനെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ആശങ്ക നിൽക്കുമ്പോൾ കൂനുമേൽ കുരുപോലെ തന്നെ വളരെ ഭയാശങ്കകൾ ഉയർത്തിക്കൊണ്ട് കടുവയുടെ സ്ഥാനത്തെ കൂടി റിപ്പോർട്ട് ചെയ്യുക. നാട്ടുകാരുടെ പ്രതികരണം ഏത് തരത്തിലാണെന്ന് ചോദിക്കുന്നതിന് മുൻപ് വനം വകുപ്പിന്റെ ഇതുവരെയുള്ള ഇടപെടൽ ഏത് തരത്തിലാണെന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. എന്ത് തരത്തിലാണ് തെരച്ചിലിലേക്ക് കടന്നിരിക്കുന്നത് വനം വകുപ്പ്? അനീഷ്, കേൾക്കാമോ?
പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരിൽ നിന്ന് വരുന്നത്. ഏത് തരത്തിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. വനം വകുപ്പിന് എന്താണ് ചെയ്യാൻ കഴിയുക? വനം വകുപ്പിന് കൃത്യമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ നൽകുക പോലും ചെയ്യാതെ എങ്ങനെയാണ് വന്യമൃഗശല്യം ഇല്ലാതാക്കാൻ കഴിയുക എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഇപ്പോൾ ഈ കടുവയുടെ വിഷയം വരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആകെ 4 വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഒരൽപ്പം ഗുണ്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് വെച്ച് എങ്ങനെയാണ് കടുവയെ പിടിക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താത്തത്? കാലഹരണപ്പെട്ട അതേ മാർഗങ്ങൾ തന്നെ വന്യജീവി ശല്യം പ്രതിരോധിക്കാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാനുള്ള സ്ഥിതിയിലേക്ക് വരുത്തിവെക്കുകയാണോ? അതിലേക്ക് വഴി വെട്ടുകയാണോ ഈ ഉദാസീനത ഭരണകൂടത്തിന്റെ അധികൃതരുടെ എന്ന് പറയുന്നു? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനടി ചെയ്യുന്നത് 144 പ്രഖ്യാപിക്കുകയാണ്. 144 പ്രഖ്യാപിക്കുക, ജനങ്ങളുടെ ബാക്കിയുള്ള ജീവിതം തന്നെ അടച്ചുപൂട്ടുന്ന രീതിയിൽ വീടിനകത്ത് ഇരുന്നു കൊള്ളാൻ പറയുക. അതുകൊണ്ട് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക? ഇതാണോ ചെയ്യേണ്ടത്? വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിനെതിരെ ഉയർത്താൻ ഒരു ചോദ്യം പോലും നമുക്ക് ബാക്കി ഉണ്ടാകുന്നില്ല. കാരണം ഇത് ആദ്യമായിട്ടല്ല. എത്ര പേരാണ് ഓരോ വർഷവും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്ന് വയനാട്ടുകാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഭരണകൂടത്തിന് കഴിയുന്നുമില്ല. MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഇതുവരെ ഈ കാട്ടാനയ്ക്ക് ശേഷം കടുവയുടെ സാന്നിധ്യം കൂടെ പുറത്തു വരുമ്പോൾ അതറിഞ്ഞതിന് ശേഷം വനം വകുപ്പിന്റെ ഇടപെടൽ ഏത് ഘട്ടത്തിലെത്തി? തെരച്ചിൽ ഏത് ഘട്ടത്തിലെത്തി? എന്തെല്ലാം കാര്യങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ 4 ദിവസമായി ദൗത്യസംഘം കാടരിച്ചു പെറുക്കി തെരച്ചിൽ നടത്തുന്നെങ്കിലും ഇതുവരെ ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ ആനയുടെ ആകാശ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. അതിൽ കൃത്യമായി ആന വളരെ വേഗം കാട്ടിനുള്ളിലൂടെ കുതിച്ചു പായുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഒപ്പം മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യം കൂടി കാട്ടിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പലതവണ നേരിട്ട് ആനയെ കണ്ട് മയക്കോടി വയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും ആ നീക്കങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഇന്നും ഏത് രീതിയിലാണ് ഈ ദൗത്യം വിജയിപ്പിച്ചെടുക്കുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വനം വകുപ്പിന് കൃത്യമായ ധാരണയില്ല. കാരണം അവരവരുടെ പരമാവധി ശ്രമം നടത്തുന്നുവെങ്കിലും ഈ ആന നേരത്തെ ഒരു മയക്കുവെടി വെച്ച് ആ സംഭവവാസങ്ങൾ കൃത്യമായി അറിയാവുന്ന ആനയായതുകൊണ്ട് തന്നെ സമർത്ഥമായി ഈ നീക്കങ്ങളെ ഇപ്പോഴും പരാജയപ്പെടുത്തുകയാണ്. ഈ മണ്ണുണ്ടി മേഖലയിലും ഇരുമ്പുപാലം അടക്കമുള്ള ഇടങ്ങളിൽ ഏതാണ്ട് 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇപ്പോഴും ആന കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വളരെ ചെറിയ ദൂരം മാത്രമാണ് കർണാടകത്തിന്റെ വനമേഖലയിലേക്ക് എത്താൻ. പക്ഷേ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആന ദിശ തെറ്റി ഈ വഴിയിൽ തന്നെ കറങ്ങുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കാരണം ഈ ജനവാസ മേഖലയുടെ വളരെ അടുത്ത് നിലനിൽക്കുന്ന ആന വീണ്ടും ഈ കൃഷിയിടങ്ങളിലേക്കോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ, ഈ കോളനികൾ അടക്കമുള്ള ആദിവാസി കോളനികൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിയാൽ വലിയ ഉണ്ടാവുമെന്ന ആശങ്കയാണുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കടുവയുടെ ശല്യം എത്തിയിരിക്കുന്നത്. കടുവ രാവിലെ ലിസി എന്ന വീട്ടമ്മ പള്ളിയിൽ പോകാനായി പോകുമ്പോഴാണ് രാവിലെ 6:20 കാണുന്നത്. പിന്നീട് ആ കടുവ നേരത്തെ ഈ ആന വന്ന് തങ്ങിയ കുന്നിൻ പുറത്തേക്കാണ് പോയത്. അവിടെയും കുറച്ചു നേരം നിന്ന് മറ്റൊരു കോളനിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് വിവരം. വനപാലകർ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ കാട്ടിലേക്ക് പോകാതെ ജനവാസ കേന്ദ്രങ്ങൾക്ക് അടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുകയാണെങ്കിൽ ഈ മോഴയാന സൃഷ്ടിക്കുന്ന അതേ ഭീഷണി തന്നെയാവും ഈ കടുവയും നാട്ടിൽ സൃഷ്ടിക്കുക. അക്ഷരാർത്ഥത്തിൽ ഒരു വശത്ത് ആനയും മറുവശത്ത് കടുവയുമായി ജനങ്ങളുടെ സ്വൈര്യ ജീവിതം അക്ഷരാർത്ഥത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ തന്നെ ദിവസങ്ങളായി ഈ മേഖലയിലെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. ഈ ആളുകൾക്ക് ഈ കന്നുകാലിക്ക് തീറ്റ ശേഖരിക്കുന്നതിനോ വിറക് ശേഖരിക്കുന്നോ അല്ലെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനോ പോലും കാട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സമയം. കുരുമുളകിന്റെയും കാപ്പിയുടെയും ഒക്കെ വിളവെടുപ്പ് കാലമാണ്. പക്ഷേ സ്വന്തം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിളവെടുപ്പ് പോലും നടത്താൻ കഴിയാത്ത വിധം കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ജനജീവിതം സ്തംഭിച്ച അവസ്ഥയാണ് ഈ മേഖലകളിൽ. അപർണ. റൈറ്റ് അനീഷ്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നത് വനം വകുപ്പിന് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നൽകിയിട്ടില്ല, സംവിധാനങ്ങൾ നൽകിയിട്ടില്ല എന്ന രീതിയിലാണ്. 4 വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഗുണ്ടുകൾ മാത്രം നൽകിയിരിക്കുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ എന്നൊക്കെ നാട്ടുകാർ തന്നെ അനീഷിനോട് നേരത്തെ പ്രതികരിച്ച് നമ്മൾ കേട്ടു. ആ രീതിയിൽ ഇത്തരം സജ്ജീകരണങ്ങൾ കാലഹരണപ്പെട്ട രീതിയിൽ മാത്രമാണ് വനം വകുപ്പ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ദിവസങ്ങളിൽ അത് അതേ
സ്ഥലത്ത് തന്നെ നേരത്തെ വന്യജീവി ശല്യം ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത സ്ഥലത്ത് ഈ രീതിയിലുള്ള നടപടി മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് കടക്കുന്നു. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തികച്ചും അരക്ഷിതമായ സാഹചര്യം തന്നെയാണ് അപർണ. കാരണം ഞാൻ ഇന്നലെ നമ്മുടെ സംഘം തങ്ങിയ മുറിയിൽ നിന്നും ഏതാണ്ട് മീറ്ററുകൾ മാത്രം മാറിയാണ് ഈ പടമല പള്ളിയും ഈ കടുവ ഇറങ്ങിയ സ്ഥലവുമൊക്കെ. ഈ ജനത അനുഭവിക്കുന്ന അതേ അരക്ഷിതാവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പോലും റൂമിന് പുറത്തേക്ക് രാത്രി ഇറങ്ങുന്നതിനോ പുറത്തേക്ക് പോകുന്നതിനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ ഒരു ഭീതിയുടെ കരിമ്പടമാണ് ഈ മേഖലയാകമാനം മൂടി നിൽക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ രാവിലെ ഈ കടുവയുടെ കണ്ട് ഏറ്റവും ആദ്യം നമ്മൾ അവിടെ എത്തുന്നു. ചേച്ചി കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ആ ചേട്ടനുമായി സംസാരിക്കുന്നു. ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി. പക്ഷേ നമ്മൾ കണ്ടു, അവിടെ നിന്ന് നാട്ടുകാരും നമ്മളുമൊക്കെ കണ്ട് വെറും കയ്യിൽ പടക്കങ്ങളുമായാണ് ഈ കാട്ടിലേക്ക് ഈ നാട്ടുകാരോടൊപ്പം വളരെ പെട്ടെന്ന് വനപാലകർ പോകുന്നത്. നമ്മളും ഒപ്പം കുറച്ചു ദൂരം പോയെങ്കിലും തീരെ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം എന്ന് കണ്ട് നമ്മൾ പിന്നോട്ട് വരികയാണ്. കാരണം ഈ രാവിലെ പോയ കടുവ വല്ല മരച്ചില്ലകളിൽ ഇരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കുറ്റിക്കാടുകളിനുള്ളിൽ ഒളിക്കുന്നതിനോ വീടുകളോട് ചേർന്ന് കിടക്കുന്നതിനോ കന്നുകാലിക്കൂടിൽ അങ്ങനെയൊക്കെ പലയിടങ്ങളിലായി ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറും കയ്യിലൊരു വടിയും ഒരു പടക്കവും ആയി പോയാൽ എങ്ങനെ ഈ വനപാലകർ ഈ ജീവിയെ നേരിടും? ഒപ്പം അവരുടെ ജീവൻ തന്നെ ആപത്തിലാവുന്ന രീതിയിലാണ് ഈ വനപാലകർക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുമ്പോഴും നാട്ടുകാർ തന്നെ പറയുന്നു, ഞങ്ങൾ ഇതിന് വിധിക്കപ്പെട്ടവരാണ്. പക്ഷേ വനപാലകർ അവരുടെ ജീവനും ഏത് തരത്തിലുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് ഈ പോകുന്നതെന്ന്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. കാരണം ഒരു ജനവാസ മേഖലയിലേക്ക് ഒരു ജീവി ഇറങ്ങിയാൽ അതിനെ നേരിടാൻ പര്യാപ്തമായ സംവിധാനങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ സംവിധാനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഉണർന്നു പറയണമെങ്കിൽ ഏതാണ്ട് 1-2 ദിവസം കഴിഞ്ഞ ശേഷമാണ് വലിയ സജ്ജീകരണങ്ങളുമായി വനംവകുപ്പ് എത്തുക. അത്തരത്തിൽ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന്റെ അനിവാര്യതയിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വയനാടിന്റെ മറ്റു ചില മേഖലകളിലും പുലിയുടെ ശല്യം അനുഭവപ്പെട്ടു, കാട്ടാനയുടെ ശല്യം അനുഭവപ്പെട്ടു. ഏതാണ്ട് ഏത് സ്ഥലത്തും വയനാട് ജില്ലയുടെ 7 മേഖലയിലും എപ്പോൾ വേണമെങ്കിലും വന്യജീവികൾ ഇറങ്ങി ആളുകളുടെ സ്വത്തിനും ജീവനും കൃഷിക്കുമൊക്കെ നാശം വരുത്താവുന്ന ഒരു സ്ഥിതിഗതി അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. റൈറ്റ്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ഇപ്പോൾ നമുക്കൊപ്പം പരിസ്ഥിതി ഗവേഷകരായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ, ഒപ്പം ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ, അശ്വിൻ വടകര എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ ഗുരുവായൂരപ്പൻ, വലിയൊരു ആശങ്ക ബാക്കി നിൽക്കുകയാണ്. അത് ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൗത്യം എങ്ങും എത്താതെ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോകുന്ന സമയത്ത് കടുവയുടെ സാന്നിധ്യം കൂടി വരുന്നത് എത്രത്തോളം ചകിതരാക്കും, ഭയപ്പെടുത്തും ജനങ്ങളെ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇതിൽ ആദ്യം ഉയരുന്ന ചോദ്യം ഇതാണ്: വനം വകുപ്പിന് ഈ വിഷയങ്ങൾ അറിയുമ്പോൾ ഏത് രീതിയിലാണ് ആദ്യ നീക്കങ്ങൾ നടത്തുന്നത്? അത് ഉദാസീനമായിട്ടുള്ള ഒരു നിലപാടാണ്, ഒരു നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്ന് ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളില്ല, കൃത്യമായി എണ്ണം ഉദ്യോഗസ്ഥരില്ല, ഉള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളില്ല. അല്പം ഗുണ്ടുകളാണ് കയ്യിലിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ കടുവയെ പിടിക്കാനായിട്ടുള്ള ദൗത്യത്തിനായി പോയിരിക്കുന്നത്. അത് എങ്ങനെയാണ് നടപ്പാവുക എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു. അതായത് ആദ്യത്തെ ചോദ്യം ഇതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് നാട്ടിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത് എന്ന് സംബന്ധിച്ച് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് പ്രതിരോധിക്കാൻ കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ല വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അങ്ങനെ ഒറ്റയടിക്ക് വനം വകുപ്പിനെ കണ്ണടച്ച് തന്നെ പഴി പറയണോ, കുറ്റം പറയേണ്ട അവസ്ഥ തന്നെയാണോ? നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ന്യൂസ് 18 ചാനലിലെ അതിന്റെ ഗർജനം എന്ന് പറഞ്ഞ അതിന്റെ ആ പിക്ചറില് ആ കടുവ ഇങ്ങനെ കടിച്ചു കീറി നിൽക്കാൻ പോകുന്ന ഒരു പിക്ചർ ഒന്ന് മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട്. അതായത് ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിന് നന്മ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ് ആദ്യം. കാരണം ഈ മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യമാണ് ഈ ജനങ്ങളുടെ കൂടിച്ചേരലിനും ബാക്കി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വളരെ ഒരു ആക്കം കൂട്ടുന്നത് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഒന്ന്. പക്ഷേ അല്ല, ഞാൻ അതിലൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതൊരു നമുക്ക് അത്ര ലഘുവായി കാണാൻ കഴിയുന്ന ഒരു അവസരമല്ലല്ലോ. ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്ന ഒരു സ്ഥലത്താണ്. കടുവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയപ്പെടണം, ജാഗ്രത വേണം എന്നതിനപ്പുറം എങ്ങനെയാണ് പറയാൻ കഴിയുക? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അത് വേണമല്ലോ. ഭയപ്പെടണം, ജാഗ്രത വേണം, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ജാഗ്രത തീർച്ചയായിട്ടും വേണം, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം
ഇതിപ്പോ ആദ്യമായിട്ടല്ല ഈ കടുവയെ കാണുന്നത്. ഞാനും നിരവധി തവണ കടുവയെ കണ്ടിട്ടുണ്ട്, പുള്ളിപ്പുലിയെ കണ്ടിട്ടുണ്ട്, മുന്നിൽ പെട്ടിട്ടുണ്ട്, നമ്മൾ പോലും അറിയാതെ പെട്ടിട്ടുണ്ട്. ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഭയമുണ്ട്, ഇല്ലാതൊന്നുമില്ല. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാല് ഇതിപ്പോ ഈ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കടുവ വന്നു എന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. കാരണം ജനവാസങ്ങൾ മുഴുവൻ കാടിനകത്താണ് വയനാട് ജില്ലയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കാടിന്റെ അതിർത്തിയിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. അത് എല്ലാ കാലത്തും ഈ ജീവജാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാം കാണുന്ന അല്ല, ഞാൻ ഇടപെട്ടൊന്ന് ചോദിക്കുന്നത്, പരിസ്ഥിതി സന്തുലിതാവസ്ഥ, സംരക്ഷണം, വന്യമൃഗങ്ങളുടെ നിലനിൽപ്പ്, ഇതൊക്കെ വിഷയമാണ്, ഇതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ തവണ ഉണ്ടായ അപകടം എന്ന് പറയുന്നത് ഒരു കാട്ടാന വഴി ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കടുവ വരുന്നു, ഒരു പള്ളിയുടെ തൊട്ടടുത്ത് 2 വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ത്രീയാണ് കടുവയെ കാണുന്നത്. അത് ജനവാസ മേഖലമാണ്, ജനം അവിടെ താമസിക്കുന്ന സ്ഥലമാണ്, വലിയൊരു കടുവയുമാണ്. സ്വാഭാവികമായിട്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകും? അതെങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? അതെ, അതായത് റിലേറ്റ് ചെയ്യാന്ന് വെച്ചാല് ഈ ജീവജാലങ്ങളുമായിട്ടൊക്കെ കണ്ടും ജീവിച്ചിരുന്ന ജനങ്ങൾ തന്നെയാണ്. കാരണം ആദ്യമായിട്ടല്ല കടുവ വരുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും തർക്കിച്ച് പറയാൻ പറ്റും. ഇപ്പം ഭയപ്പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഒന്ന് നമ്മളുടെ അറിവ് എന്ന് വെച്ചാൽ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ മനുഷ്യനെ തിന്നുന്ന കടുവകൾ ഇല്ല. പക്ഷെ അപൂർവമായിട്ട് ചില സംഭവം നടക്കുന്നുണ്ട്. കേരള ചരിത്രം മൊത്തം പരിശോധിച്ചാൽ മനുഷ്യനെ ഏതെങ്കിലും എത്ര കടുവകൾ ഭക്ഷിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നുള്ളതേ ഉള്ളൂ. 1, 2 എന്നൊക്കെ എണ്ണാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് കടുവയുടെ ഭക്ഷണമല്ല. ഒന്ന്, പിന്നെ അങ്ങയുടെ പോയിന്റിലേക്ക് വരാം. അതായത് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റാഫിനെ വെച്ച് ഇപ്പോഴും പഴഞ്ചൻ രീതികൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ജീവജാലങ്ങളെ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അതിന് പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോ ആ ഒരു നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ മാത്രം നമുക്ക് ഇതിനകത്ത് പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരും രാപകലില്ലാതെ എത്രയോ ദിവസങ്ങളായി ഈ ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ജീവന സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ നമ്മുടെ ഭരണ സംവിധാനമാണ് ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ ഈ നാട്ടുകാർ പറയുന്നതിലെല്ലാം 100% യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന സമയത്ത് ഒരു ഗുണ്ടും അല്ലെങ്കിൽ ഒരു വടിയും ഒരു ലാത്തിയും ഒരുപക്ഷെ പൊട്ടാത്ത തോക്കും കൊണ്ടൊക്കെ ആയിരിക്കും അവർ വരുന്നുണ്ടാവുക. അപ്പൊ ഇതില് ഈ ഉദ്യോഗസ്ഥർ മാത്രം, കാരണം അവർക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഉപകരണങ്ങൾ വെച്ച് മാത്രമേ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈവൻ കാട്ടുതീ വന്നു കഴിഞ്ഞാൽ ഈ പച്ചില ചപ്പുകളൊക്കെ വെച്ച് അടിച്ചു കെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. അല്ല, അതിലാണ് സമയബന്ധിതമായിട്ട് കഴിഞ്ഞ തവണ ഈ വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ, ആന വിഷയത്തിൽ കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല, ഉത്തരവുകൾ കൊടുക്കുന്നില്ല, നടപടികളിലേക്ക് കടക്കുന്നില്ല. ഇനി കടക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ജീവൻ പോകണം. ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നടപടിയിലേക്ക് കടക്കും. ആ കാട്ടാന ഈ ബേലൂർ മക്നയുടെ വിഷയത്തിൽ ഉണ്ടായത് അതാണ്. ബേലൂർ മക്ന വന്ന സമയത്ത് നടപടിയിലേക്ക് കടന്നില്ല. അത് തന്നെ ഈ കടുവയുടെ വിഷയം വരുമ്പോഴും അതിലേക്ക് താങ്കൾ പറയുന്ന പോലെ നരഭോജി കടുവയാണോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിന്നാലും വീട്ടുമൃഗങ്ങളുണ്ട്, മറ്റ് വിഷയങ്ങളുണ്ട്. അപ്പോൾ വലിയൊരു ആക്രമണത്തിലേക്ക് പോയതിന് ശേഷം മതി നല്ല നടപടികൾ, കടുത്ത നടപടികൾ എന്ന് ഭരണാധികാരികൾ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉത്തരവുകളെ വരുന്നുള്ളൂ. അങ്ങനെ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത്, അല്ലേ? അതായത് ഇതിപ്പോ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം എന്ന് വെച്ചാൽ പല സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ വന്യജീവികളെ സംബന്ധിച്ച് ഇപ്പൊ ഈ മനുഷ്യരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ വന്യജീവികളെയും സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ ബാധ്യസ്ഥരാണ്, ജനങ്ങളും ബാധ്യസ്ഥരാണ്. ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥർ. നമ്മുടെ തൊഴിലാളികൾ മാത്രമാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിൽ അത് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് കുറെ തൊഴിലാളികളെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തൊഴിലാളികൾക്ക് ചില പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ CCF മുതൽ ഇങ്ങോട്ട് താഴെ ഫോറസ്റ്റ് ഗാർഡ് വരെ വെച്ചോളൂ, അല്ലെങ്കിൽ ഫോറസ്റ്റ് വാച്ചർമാരെ വെച്ചോളൂ. അപ്പൊ അവരുടെ പണികൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതേ നമ്മൾ തന്നെ അവരെ കുറ്റം പറയും. നോക്കൂ, നമ്മുടെ തണ്ണീർക്കൊമ്പൻ വന്ന സമയത്ത് മയക്കുവെടി വെച്ച് മരണപ്പെട്ടു. ഇന്നലെ കണ്ണൂർ കൊട്ടിയൂരില് കടുവ വന്നു, മയക്കുവെടി വെച്ചു മരണപ്പെട്ടു. അപ്പൊ നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയാണ് വീണ്ടും തിരിയുന്നത്. അപ്പോ എന്തുകൊണ്ട്, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്.
ആ മാനദണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ മാത്രമേ ഈ ആനയെ വെടിവെച്ച് കൊല്ലണോ അല്ലെങ്കിൽ ഈ ജീവിയെ വെടിവെച്ച് കൊല്ലണോ അതോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണോ അതോ ഇതേ സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനേ സാധിക്കുള്ളൂ. അതിനുള്ള ഒരു സാവകാശം മാറ്റണ്ട. കാരണം ഇതിപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഈ തീരുമാനങ്ങൾ എടുത്തു വരുന്നുണ്ടെന്നുള്ളത് വലിയൊരു ആശാവഹമായ കാര്യമാണ്. പക്ഷെ പണ്ടൊക്കെ നേരത്തേക്കാണ് അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥരുടെയും മേലുള്ള ഈ പറഞ്ഞ സംഘർഷം എന്ന് പറഞ്ഞ മാനസികമായിട്ടുള്ള സംഘർഷവും സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും വളരെ വലിയൊരു പരിധി വരെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു കൃത്യമായ രീതിക്ക് പരിഹാരം കാണാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ജനങ്ങളെല്ലാം കൂടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി വെക്കുന്ന സമയത്തുള്ള ആ ഒരു മാനസിക അവസ്ഥ ഈ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ തന്നെ ജനങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയാത്തൊരവസ്ഥ. ചുറ്റുവട്ടത്ത് നിൽക്കുന്ന കൺമുന്നിൽ കാണുന്ന ഒരാള് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അവസ്ഥ, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ, കൊച്ചുകുട്ടികളെ പുറത്തേക്ക് വിടാൻ കഴിയാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ടും ജനങ്ങൾ വൈകാരികപരമായി പെരുമാറുന്നതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് മുന്നിൽ കാണുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്, സർക്കാരിന്റെ അധികൃതരുടെ പ്രതിനിധികളായി മുന്നിലെത്തുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടായിരിക്കണം ആ രോഷവും അമർഷവും എല്ലാം അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എടുക്കുന്നത്. പക്ഷേ ഭരണാധികാരികൾ ഉണ്ടല്ലോ, ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയണം, സമയബന്ധിതമായി കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നൊക്കെ ഭരണാധികാരികൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. താങ്കൾ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് ഒക്കെ തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? ബേലൂർ മക്കനയുടെ വിഷയത്തിലൊക്കെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഒരുപാട് സമയം എടുത്തിട്ടല്ലേ ഇതൊരു തീരുമാനത്തിലേക്കും ഉത്തരവും ഒക്കെ വന്നതുപോലും വലിയ പ്രതിഷേധവും സമ്മർദ്ദവും ഒക്കെ ചെലുത്തിയതിനു ശേഷമല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. അതായത് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി മുന്നിലൂടെ ചെയ്യണമെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കണം. നമുക്ക് ഈ ജനങ്ങൾ അവര് തടിച്ചു കൂടുന്നതിനെ നമുക്കൊന്നും എതിർപ്പ് പറയാൻ സാധിക്കില്ല ഒരു കാരണവശാലും. കാരണം അവര് ജീവൻ ഭയം കൊണ്ടാണ് തടിച്ചു കൂടുന്നത്. അവരുടെ ആശങ്കകൾക്കെല്ലാം തീർച്ചയായിട്ടും ന്യായമുണ്ട്. 100% ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു ധാരണയല്ല. പക്ഷെ അവിടെ ഈ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം, സ്പേസ് കൊടുക്കാൻ ആ ഒരു മോബ് സമ്മതിക്കുന്നില്ല. കാരണം ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന സമയത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്ത് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ വേറെ എവിടെയും ചർച്ച ചെയ്യാൻ പോലുള്ള സാഹചര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 144 ഡിക്ലെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. എമർജൻസി സിറ്റുവേഷൻ അവിടെ പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോലീസിന് സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും ഒരു ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒന്ന് സൈലന്റ് ആയിട്ട് തൽക്കാലം ഈ പ്രശ്നം ഒന്ന് സെറ്റിൽ ആവുന്നത് വരെ എങ്കിലും അവരുടെ വീടുകളിൽ ഒത്തുകൂടി ഇരിക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇതിനെ പിടിക്കാനോ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ വെക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും വെളിയിലേക്ക് വരുമ്പോൾ ഇതേ മൃഗങ്ങൾ തന്നെ ജനങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, എന്റെ ഭാഷയിലല്ല, ജനങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു വന്നാലോ വീണ്ടും ഞങ്ങൾ വഷളാകല്ലേ ഉള്ളൂ. അതേപോലെ മാധ്യമപ്രവർത്തകരോടും പറയാൻ എനിക്കത് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഷൂട്ട് ചെയ്യുന്ന സമയത്തും അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഈ മാധ്യമപ്രവർത്തകരുടെ മേലെയും ഈ മൃഗങ്ങള്, കാരണം അവര് മരണഭയത്തിലാണ് ഈ പറഞ്ഞ ഓടുന്നത്. നമുക്ക് കടുവയുടെ ഇപ്പൊ നമ്മൾ വിഷ്വൽ കാണുന്ന സമയത്ത് കടുവ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് അവിടുന്ന്. അല്ലാതെ ഇപ്പൊ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതല്ല, കടുവ അതിന്റെ ഒരു പ്രാണഭയത്തിൽ ഓടി രക്ഷപ്പെടുന്ന ഇതാണ്. അപ്പൊ ആളെ കടിക്കാൻ വന്നു എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. അത് ക്ലിയർ ആണ്. അതിജീവനത്തിനായിട്ടുള്ള ഒരു തീവ്ര ശ്രമത്തിൽ കൂടിയാണ് മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അവര് അങ്ങനെ ഒരു മനുഷ്യരുമായിട്ടൊരു ഏറ്റുമുട്ടാൻ അവർക്ക് താല്പര്യവുമില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ വളരെ പരിഭ്രാന്തരാകുന്ന ഒരു ജനതയുടെ ചിത്രം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ ഗുരുവായൂരപ്പൻ, ദയവായി തുടരുക. ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ, ഒരു മോബ്, വളരെ അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു മോബിന്റെ മുന്നിലേക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വനം വകുപ്പ് അടക്കം ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞു നിർത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ. സ്വാഭാവികമായിട്ടും ജനങ്ങളോട് ഈ വിഷയത്തിനകത്ത് സംയമനം പാലിക്കൂ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഇത് തുടർ കഥയാണ്. ഇതിനകത്തൊരു ശാശ്വത പരിഹാരം വേണം. ഇത് ആര് ശാശ്വത പരിഹാരം കണ്ടെത്തും? അത് ജനങ്ങളാണോ ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത്? ഇത് ഓരോ അപകടമുണ്ടാകുമ്പോൾ, ഓരോ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കയറി വരുമ്പോൾ, അവർ ആക്രമണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, കൃഷി നശിപ്പിക്കുമ്പോൾ, വീട്ടുമൃഗങ്ങളെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ തന്നെ ജീവന് അപകടം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രതിഷേധവുമായിട്ട് എത്തുകയും അപ്പോൾ നടപടിയെടുക്കുകയുമല്ലല്ലോ. ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? അങ്ങനെ ഒരു ശാശ്വത പരിഹാരം, മിനിമം ഇതെന്തുകൊണ്ട് എന്ന രീതിയിൽ ഒരു കാരണമെങ്കിലും കണ്ടുപിടിക്കാനുള്ള നീക്കം
ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന്, വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നല്ലോ. അല്ലാതെ ഓരോരോ ദിവസവും ഓരോരോ ആഴ്ചയുമായിട്ട് പരിഹരിച്ചു പോകേണ്ടതല്ലോ. എത്ര ആഴ്ച, എത്ര ദിവസങ്ങളിൽ 144 പ്രഖ്യാപിച്ച് ജനങ്ങളെ പൂട്ടി വീടിനകത്ത് ഇരിക്കാൻ പറയും എന്നുള്ളൊരു ചോദ്യമില്ലേ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതില് ഗുരുവായൂരപ്പൻ സാർ പറഞ്ഞതിലുള്ള ഒരു കാര്യം, ജനങ്ങള് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിച്ച് സംയമനത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാണ്? ഒരു ആദ്യത്തെ സംഭവത്തിലാണ്. ഇത് തുടർച്ചയായിട്ട് സംഭവിക്കും. അവരിൽ ഓരോരാളായിട്ട് മരണപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് ജനം പ്രതികരിക്കും. ഈ വൈകാരികമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഭൂമിയിലെ എല്ലാ മാറ്റങ്ങളും, മനുഷ്യവർഗത്തിന്റെ മാറ്റങ്ങൾക്കും കാരണം. അല്ലാതെ ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇതേപോലെയുള്ള ഒരു സംഭവം നമ്മുടെ നഗരങ്ങളിലാണ് സംഭവിച്ചതെന്ന് കരുതുക. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോഴേക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാ. ഇവിടെ ഒരു 1 or 2 ജീവനൊക്കെ പോകുമ്പോഴും അത് പ്രിവിലേജ് എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യരുടെ എല്ലാവരുടെയും ജീവൻ ഒരേപോലെ അല്ല നമ്മൾ പരിഗണിക്കുന്നത്. ഇതേ സംഭവത്തിന് സമാനമായിട്ടുള്ള കടുവയോ അതേപോലെയുള്ള ഏതെങ്കിലും മൃഗാക്രമണം നഗരങ്ങളിലാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ റെസ്പോൺസ് വളരെ വ്യത്യാസമായിരിക്കും. അപ്പോഴേ നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് ഗവൺമെന്റ് പോലും തീരുമാനിക്കും, ഏത് നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും. അവിടെ പ്രിവിലേജ് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ ഒരു കാരണത്തില് ഓരോ പ്രാവശ്യവും നമ്മൾ അതൊരു വലിയ പോയിന്റാണ് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ. അതൊരു വലിയ പോയിന്റാണ് താങ്കൾ ഉന്നയിക്കുന്നത്. എല്ലാവരുടെയും ജീവനെ ഒരുപോലെ കാണുന്നില്ല. നഗരങ്ങളിലാണെങ്കിൽ ഇത്തരം ക്രൈസിസ് ഏത് രീതിയിൽ ഡീല് ചെയ്യപ്പെട്ടേനെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിനകത്തൊരു ഉദാസീനതയുണ്ട്. അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിന് കൂടുതൽ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഒരു കടുത്ത ഉദാസീനതയുണ്ട്. അത് വ്യക്തമാണ് ഇപ്പോഴത്തെ ഈ സംഭവത്തിലടക്കം, അല്ലേ? അതിലുപരിയായിട്ട് നമ്മൾ ഈ ഒരു സംഭവം നമുക്കറിയാം, ഇത് കേരളത്തിലെ നമ്മളെ ലോകത്ത് മുഴുവനുള്ള ബയോഡൈവേഴ്സിറ്റിയുടെ മുഴുവൻ കൺസർവേഷന്റെയും ഭാരം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ മാത്രമല്ല അനുഭവിക്കേണ്ടത്. അതിനുള്ള എല്ലാ വിഷമങ്ങളും നമ്മളിപ്പോഴും ചെയ്യുന്നത് അതാണ്. നമ്മൾ എന്തോ വലിയ ത്യാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിന്റെ അടുത്ത് നമ്മുടെ ജീവിതം ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെസ്റ്റേൺ ഗഡ്സിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ജീവനേക്കാളും കൂടുതലാണ്. ഞാൻ പരിസ്ഥിതിയെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് കൂടി. മനുഷ്യൻ കഴിഞ്ഞിട്ട് മാത്രമേ പരിസ്ഥിതി ഉള്ളൂ. ഓരോ മനുഷ്യനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് നിയമങ്ങൾ. ലോകത്തെ എല്ലാ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്, അല്ലാതെ മൃഗങ്ങളൊന്നും അല്ല. നമ്മളാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഒരു മൃഗവുമല്ല. അപ്പോൾ ഈ ഒരു കടുവകളെ, ബംഗാൾ കടുവകളെ സംരക്ഷിച്ച് അവയുടെ എണ്ണം വീണ്ടും നിലനിർത്തേണ്ടതിന്റെ ബാധ്യത കേരളത്തിനാണ്. നമ്മളിപ്പോ പറയുമ്പോൾ ഇന്ത്യയിലെ ഉണ്ടെങ്കിൽ കൂടി അതിന്റെ ഏറ്റവും വലിയ ബാധ്യതകൾ നമുക്കാണ്. ഇന്ത്യയിലല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ വയനാടും ഈ നീലഗിരി ബയോസ്ഫിയറിലാണ് കടുവ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും ലോകത്ത് അത് ഗുരുവായൂരപ്പ സാറ് അത് അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും കണക്കുകളിൽ നമ്മൾ ഒരു ചെറിയൊരു സ്പേസിൽ അത്രയധികം കടുവകളുടെ ഡെൻസിറ്റി ഉള്ള സ്ഥലം വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ലോകത്ത് വേറെ സ്ഥലങ്ങളിലും പശ്ചിമ ബംഗാളിൽ മാത്രമല്ല മറ്റേ ബംഗ്ലാദേശിലും ഒക്കെ ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ പഴയ സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ ഊർജ്ജസ്വലമായിട്ടും ജനങ്ങളുടെ പിന്തുണയോടും ഗവൺമെന്റിന്റെ പിന്തുണയോടും കൂടിയിട്ട് ആരും ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്തുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബംഗാൾ കടുവകളുടെ എണ്ണം വളരെ കൂട്ടാൻ പറ്റിയത്. അത് മോശം കാര്യമല്ല. പക്ഷെ അതിന്റെ ഒരു ബാക്ക് എഫക്റ്റ് ആയിട്ട് വരുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ വിഷമം വരുന്ന വിധത്തിൽ, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ. അപ്പം എല്ലാവരും മനുഷ്യനെ പിടിച്ചുകൊണ്ട് മാത്രമല്ല, ഭയം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ മനുഷ്യന്റെ ജീവിതത്തിന് വലിയ വിഷമം ഉണ്ടാക്കും. ഒരാള് കടുവയുണ്ട്, അത് നമ്മളെ പിടിക്കുകയൊന്നും ചെയ്യില്ല, അത് അതിലെ കൂടി ജീവൻ ഭക്ഷണം തേടിയോ അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിന് ഓടുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഒരു പുറത്തേക്ക് ഒരു പാല് കൊണ്ടു കൊടുക്കാനോ ഒരു സ്കൂളിൽ കുട്ടികളെ വിടാനോ പറ്റില്ല. നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് ജീവിതം സാധ്യമല്ല. അത് സമ്മതിക്കുന്നതിനിടയിൽ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഈ മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഉയർത്തുന്ന വിഷയം വേട്ട നിരോധനമായിട്ട് അത് അശാസ്ത്രീയമാണ് എന്നുള്ള ഒരു വിഷയമാണല്ലോ. ഈ കാട്ടുമൃഗങ്ങളെ കൊല്ലുന്നതിനെതിരെ നടക്കുന്ന അതിശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. അത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. ആ ഒരു വിഷയം കൂടി ഇതിനകത്ത് ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു വെർഷൻ കൂടി ഇതിനകത്ത് പരിശോധിച്ചു പോകണമോ?
കാട്ടുമൃഗങ്ങളെ ജീവി സംരക്ഷണ നിയമത്തിൽ പെടുന്ന മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലാതെ വന്യജീവികളുടെ ആവശ്യമില്ല. മനുഷ്യവർഗത്തിന്റെ ആത്യന്തികമായിട്ടുള്ള നിലനിൽപ്പിന് ഈ മൃഗങ്ങളും ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കേണ്ടതാണ്. വേട്ട എന്ന് പറയുന്നത് നിയന്ത്രിതമായിട്ടുള്ള വേട്ടകൾ അനുവദനീയമാകേണ്ടതാണ് ലോകത്ത് മുഴുവനുള്ള. അതായത് അത് കൃത്യതയോടെ ആയിരിക്കണം. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റങ്ങൾ എത്ര കണ്ട് ട്രാൻസ്പെറന്റും ഈ പറയുന്ന വിധത്തിൽ മാത്രമാവുകയൊക്കെ ചെയ്യായിരുന്നെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. പക്ഷെ വികസിത രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള ഏതെങ്കിലും മൃഗങ്ങളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, നമ്മൾ പറയുന്നത് പോലെ കാട്ടിൽ ഏതെങ്കിലും മൃഗത്തിന്റെ എണ്ണം കൂടിയാല് ആ കാട് തന്നെ ഇല്ലാതാവും. എണ്ണം കൂടിയാൽ നമ്മുടെ കാട് ഇല്ലാതാവും. ഞാൻ തിരിച്ചെത്താം. ഇപ്പൊ അശ്വിൻ പടകരും നമുക്ക് അശ്വിനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ സെക്കൻഡ് ശ്രീ ടി.സി. ജോസഫ്, വന്യജീവി ശല്യ പ്രതിരോധ സമിതിയുടെ ഭാരവാഹി കൂടിയായ ശ്രീ ടി.സി. ജോസഫും ചേരുന്നുണ്ട്. കാട്ടാനയ്ക്ക് പുറമെ കടുവയും കൂടി വരുമ്പോൾ ഇതിനകത്തുള്ള ബാലൻസിങ് പരിശോധിക്കണോ, പ്രതിരോധം പരിശോധിക്കണോ, ഇതിനകത്ത് ഉദാസീനമായിട്ടുള്ള ഒരു നിലപാട് നടത്തുകയാണ് ഭരണകൂടം എന്ന് പരിശോധിക്കണം. അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നമസ്കാരം എല്ലാവർക്കും. എനിക്ക് മുമ്പ് സംസാരിച്ച മിസ്റ്റർ വിജയൻ സാറിന്റെ സംസാരം ഞാൻ കേട്ടിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ യോജിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വയനാടൻ വനമേഖല, കേരളത്തിലെ മിക്കവാറും സ്ഥലം, പ്രത്യേകിച്ച് വയനാടൻ വനമേഖലയെ ജൈവവൈവിധ്യത്തിന്റെ കലവറയായിരുന്നു. അതിനെ നമ്മുടെ കേരള രൂപം കൊണ്ടതിന് ശേഷം അതിനെ റവന്യൂ വരുമാനത്തിനായി വെട്ടി നശിപ്പിച്ച് തേക്ക് യൂക്കാലി വെച്ചു എന്നുള്ളതാണ് ഇത് പ്രധാന കാരണം തന്നെ. ഇനി അതേക്കുറിച്ച് ഇനി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതിന്റെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനം വന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം ആനകൾക്ക് കാട്ടിനകത്ത് വസിക്കാൻ കഴിയുന്നില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. ആനയ്ക്ക് ഒരു പരിധിക്കപ്പുറം ചൂട് താങ്ങാൻ വേണ്ടി കഴിയില്ല. മറ്റൊന്ന് കടുവകൾക്കും വനത്തിനകത്ത് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ചെറുമൃഗങ്ങളെല്ലാം മനുഷ്യവാസ കേന്ദ്രങ്ങളാണ് നിൽക്കുന്നത്. മാന്, പന്നിയെല്ലാം ഇന്ന് ജനവാസ മേഖലയാണ് ഉള്ളത് തന്നെ. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അധിനിവേശ സസ്യങ്ങൾ വനത്തിനകത്ത് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ലെന്റാന ജൂപ്പിറ്റേറിയം വർഷങ്ങളായി ഞങ്ങൾ പറയുന്നതാണ്, ലെന്റാന ജൂപ്പിറ്റേറിയം പറിച്ചു മാറ്റി സ്വാഭാവികമായ വനവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ വർഷങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഞങ്ങളൊക്കെ തന്നെ കർഷകർ എന്ന രൂപത്തിൽ ഞാൻ 60 വർഷമായി വയനാട്ടിൽ വന്നിട്ട് എന്റെ അനുഭവം വെച്ചിട്ടും ദീർഘവീക്ഷണത്തിൽ ഞങ്ങൾ പറഞ്ഞാണ്, വരും കാലങ്ങളിൽ വയനാട്ടിൽ മനുഷ്യന് വസിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്ന് ഏതാണ്ട് 25 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യം. ഇതിനുള്ള പരിഹാര മാർഗം എന്ന് പറഞ്ഞത് അധിനിവേശ സസ്യങ്ങൾ പൂർണ്ണമായും പറിച്ചു മാറ്റുന്നതിന് ത്രിതല പഞ്ചായത്തുകളും കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി പദ്ധതി ഉണ്ടാക്കി അതിനെ വനം കാണും. അതോടൊപ്പം തന്നെ തേക്ക് യൂക്കാലി മുറിച്ചു മാറ്റി അതിനകത്ത് സ്വാഭാവിക വനവൽക്കരണം നടത്തണം. അതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കകത്ത് 1995 ഗോദാവർപ്പ തിരുമുൽപ്പാടിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേ വന്നിട്ടുണ്ട്. വൈൽഡ് ലൈഫിനകത്ത് യാതൊരു മരവും മുറിക്കാൻ ഇടപെടൽ പാടില്ലെന്ന്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് തേക്ക് മുറിച്ചു മാറ്റി അത് അവിടെ സ്വാഭാവികം വെച്ചുപിടിപ്പിക്കുന്നതിന് ഗവൺമെന്റ് ഇടപെടണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് സുപ്രീം കോടതി പോകേണ്ടത്. ഇല്ലെങ്കിൽ ഗവൺമെന്റ് പോയി അങ്ങനെ വയനാടിനെയും കേരളത്തിലെ വനമേഖലയെ പൂർണ്ണമായി സംരക്ഷിച്ചുള്ള നടപടിയാണ് ആദ്യമായി വേണ്ടത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇടപെട്ട് ഒരു പ്രക്ഷോഭം വരുമ്പോൾ അതിന് പരിഹാരം പറഞ്ഞ നിർദ്ദേശം വരും, അത് കടലാസിലെ ജലരേഖയായി പോവുകയാണ് ചെയ്യുന്നത്. 153 ആളാണ് കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുന്ന കുറുക്കമ്മിൽ മരിച്ച സഹോദരൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ അതേ പരിസരത്ത് തന്നെ കടുവ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കൊട്ടിയൂരിൽ കടുവയുണ്ട്, പുൽപ്പള്ളി കടുവയാണ്. അങ്ങനെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ കൽപ്പറ്റ ടൗൺ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും കാട്ടാനയും കാട്ടുപന്നിയും കടുവയും വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണും. ഒന്ന് എന്ന് പറയാനുള്ളത്, എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഭൂവിസ്തൃതിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണത്തെ നിജപ്പെടുത്തണം എന്ന കാര്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറയുന്നതാണ്. ഞാൻ ജൈവവൈദ്യ പരിപാലന സമിതിയുടെ വയനാട് ജില്ലാ കൺവീനറാണ്. ജൈവവൈദ്യം സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ വംശവർദ്ധന വന്ന സമയത്ത് ഇവിടെ ഇന്ത്യയിൽ കുടുംബാസൂത്രം കൊണ്ടുവന്നിരുന്നു. എന്താണ്? ബർത്ത് കൺട്രോൾ കൊടുന്നു, ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഭക്ഷ്യപ്രശ്നമുണ്ട്, ഭൂവിസ്തൃതിയുണ്ട്, നിയന്ത്രിച്ചു. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ അത്തരത്തിൽ ചെയ്തുകൂടാ? ഇത് തെരുവീതിയിലായിരുന്ന പട്ടികൾക്ക് പോലും സംരക്ഷണം കൊടുക്കുന്നുണ്ട്. മനുഷ്യനും കർഷകരും സംരക്ഷണം കിട്ടുന്നില്ല. എന്താണ് ഇതിനൊക്കെ പിന്നുള്ളത്? ചില ശക്തികൾ, ചില പ്രവണതകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അതിൽ കടന്നു പോകുന്നില്ല. ഒരു വർഷത്തിൽ എത്രയോ കോടി രൂപയാണ് AR വാക്സിൻ വിദേശ രാജ്യത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. അതിന്റെ കണക്കിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പട്ടി വർദ്ധിച്ചു, തെരുവീതിയിൽ മുഴുവൻ പട്ടികൾ, മനുഷ്യൻ കടിയേറ്റുന്നു, ചികിത്സിക്കുന്നു, പേ പിടിച്ച് മരിക്കുന്നു. ഇതൊന്നും കാണാൻ ഈ ഭരണങ്ങൾക്ക് കണ്ണില്ലേ? ഇത് മനസ്സിലാക്കണമെന്ന് പറയാനുള്ളത്. ഇതിന് ചെയ്യേണ്ട പോംവഴി എന്ന് പറയുന്നത് പുറത്തിറങ്ങുന്ന കടുവകൾ
പരിക്കേറ്റത് പ്രായാധികമായ കടുവകളാണ് പുറത്തിറക്കുന്നത്. അവരെ ആ സമയത്ത് തന്നെ കണ്ട് മയക്കോട് വെച്ച് പിടിച്ച് അവനെ വനത്തിനകത്ത് സംരക്ഷിക്കണം. വനത്തിനകത്ത് തുറന്നുവിടുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ മുൻപ് പറഞ്ഞത് 500 മീറ്റർ അല്ലെങ്കിൽ 250 കിലോമീറ്റർ വരുന്ന ഒരു ടെറിട്ടറി ഉണ്ടാക്കി, ഒരു 15 പൊക്കത്തിലുള്ള നല്ല കമ്പി വരി ഉണ്ടാക്കി അതിനകത്ത് കടുവയെ സംരക്ഷിക്കണം. ആ കടുവ പുറത്തു പോകാൻ ആവശ്യം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കടുവ ജീവിക്കുള്ളൂ. അപ്പം അതുപോലുള്ള 10-15 ടെറിട്ടറി വയനാട്ടിലുണ്ടെങ്കിൽ അത് ധാരാളം മതി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചത്തു കഴിഞ്ഞാൽ അടുത്തതിൽ അതിനകത്തൂടെ എന്നാലും ഓപ്പൺ സൂവാക്കി ഗവൺമെന്റ് വരുമാനമുണ്ടാക്കാൻ വേണ്ടി കഴിയും. ഞങ്ങൾ കൊടുത്ത നിർദ്ദേശമാണ്. എല്ലാ ആനകളും ശല്യക്കാരല്ല, ശല്യക്കാർ ആനകളെ മയക്കോടി വെച്ച് പിടിച്ച് ഫോറസ്റ്റിന്റെ ഭാഗമാക്കണം. 2013 ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമാണ്. ഗണേഷ് കുമാർ മിനിസ്റ്റർ അംഗീകരിക്കുകയും വടക്കനാട് കൊമ്പനെയും കലൂർ കൊമ്പനെയും ആളെ കൊല്ലി 2 ആനകളെ പിടിച്ചിന്ന് മനുഷ്യനാണെങ്കിൽ ജീവിച്ച് പോകാനുള്ളതായിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ശ്രീ ടി സി ജോസഫ്, വളരെ കൂലങ്കഷമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ, ഈ ഉദാസീനമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ തുണ്ട് എന്നുള്ളത് ഒരു സംശയമല്ല. എടുത്ത് പറയുന്നില്ല, അത് വലിയ ആരോപണങ്ങൾ തന്നെ ആയതുകൊണ്ട്. പക്ഷേ അതിലേക്കൊക്കെ കടക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ജനങ്ങൾ അതെല്ലാം ചോദിക്കും. അതിനെല്ലാം ഉത്തരം രാഷ്ട്രീയ പ്രതിനിധികൾക്ക് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതിലൊന്നും തർക്കമില്ല. പക്ഷെ അതിനുള്ളിൽ എത്ര പേര് ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക മാത്രമാണ് ബാക്കി. അശ്വിൻ വടകരയിലേക്ക് കൂടി. അശ്വിൻ, നിലനിൽപ്പ് മൃഗത്തിനാണോ മനുഷ്യനാണോ എന്നൊരു ചോദ്യമുണ്ട്. ബാലൻസിങ് തന്നെയാണ് ആവശ്യം. പരിസ്ഥിതിക്ക് സന്തുലനത്തിന് അത് കൂടിയേ തീരൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നേരത്തെ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ പറഞ്ഞ പോലെ ഒരു ഡൈവേഴ്സിറ്റി, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഡൈവേഴ്സിറ്റി നിലനിർത്തണമെങ്കിൽ അതിന്റെ ബാധ്യത മുഴുവൻ വയനാട്ടുകാരെ ഏറ്റെടുക്കണോ, അവിടെയുള്ള സാധാരണക്കാരെ ഏറ്റെടുക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നഗര പ്രദേശത്തായിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ ഉടനടി ഇതിലൊരു തീരുമാനം ഉണ്ടാവുകയില്ലേ? ഇതിനകത്തൊരു നടപടിയിലേക്ക് കടക്കില്ലേ? അതല്ലാതെ ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ പരിഹരിച്ചാൽ മതി പ്രശ്നങ്ങൾ എന്ന് പറയുന്നിടത്ത് വലിയൊരു വിഷയമുണ്ട്. അതിന്റെ ഉള്ളറകളിൽ നടക്കുന്ന ക്രമക്കേടുകൾ എന്താണ്? നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് വ്യക്തമായിരിക്കുമല്ലോ. നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ 18ലേക്ക് വിളിക്കുന്നത് അരിക്കൊമ്പൻ വിഷയത്തിലായിരുന്നു. അതിനുശേഷം നമ്മുടെ തണ്ണീർക്കൊമ്പനിൽ നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ബേലൂർ മഖ്നയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. ഇന്ന് കടുവയിൽ എത്തി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ, 1-2 കേസുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വന്യജീവി പ്രശ്നം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും ഈ വന്യജീവി പ്രശ്നമുണ്ട്. പലതും ശ്രദ്ധിക്കപ്പെടാതെ, മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വയനാട്ടിൽ ഓൾറെഡി തണ്ണീർക്കൊമ്പൻ വിഷയമായിട്ട് എല്ലാവരും സജ്ജീകരിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഒപ്പം 2 ദിവസം കൊണ്ട് വീണ്ടും ഒരു ആന പ്രശ്നം വന്നപ്പോൾ അത് കവറിങ് കൂടുതൽ കിട്ടി. അതിനുശേഷം ഈ കടുവ വന്നപ്പോൾ അതിന് കുറച്ചും കൂടെ കവറിങ് കിട്ടി എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള വന്യജീവി ശല്യമുണ്ട്. അത് ഒരു സ്ഥലത്ത് കടുവയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് ആനയാണ്, അതും അല്ലെങ്കിൽ കാട്ടുപന്നിയാണ്, അല്ലെ കാട്ടുപോത്താണ്. ഈ അടുത്ത് എന്റെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കക്കയത്ത് വെച്ച് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായിട്ട് കുറച്ചുപേർ ആശുപത്രിയിലായിട്ടുണ്ട്. പക്ഷെ അതൊന്നും മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിയില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിഷയങ്ങൾ ഏതൊരു വന്യജീവി പ്രശ്നം എടുത്തു നോക്കിയാലും അതെല്ലാം തന്നെ തുടർച്ചയായ കഥകൾ തന്നെയാണ്. നമ്മൾ ആ സമയത്ത് മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഭരണകൂടം കൃത്യമായ ഒരു ഇടപെടൽ, ഒരു പഠനം നടത്തേണ്ട ആവശ്യമാണ്. കാരണം കണക്ക് കൂട്ടലുകൾ ഒരു തിയറിയിൽ അധിഷ്ഠിതമാണെങ്കിൽ വയനാട്ടിൽ ഇത്രയും കടുവകൾ ഉണ്ടാവില്ല. കാരണം കടുവക്ക് ഇത്ര ടെറിട്ടറി കാണും, ഒക്കെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ പോപ്പുലേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ആനയുടെ എടുത്താലും എല്ലാം അങ്ങനെ തന്നെയാണുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ രീതിയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴും ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതായത് അശ്വിൻ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ജാഗ്രത മതി എന്നുള്ളൊരു നിലപാട് നേരത്തെ ശ്രീ ഗുരുവായൂർ ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ എന്റെയോ നിങ്ങളുടെയോ കുട്ടികൾ ആ രാവിലെ 7 മണിക്ക് സ്കൂളിലേക്കോ അല്ലെങ്കിൽ അവർ കളിക്കാനോ പുറത്തിറങ്ങുന്നില്ല എങ്കിൽ പറഞ്ഞു ശരിയാണ്. നമുക്ക് സംസാരത്തിൽ പറയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആരും ഭയപ്പെടേണ്ടയില്ല, കടുവ ഒന്നും ചെയ്യില്ല, ആന അതുവഴി പോയിക്കോളും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ സ്വന്തം കുട്ടിയെ രാവിലെ 6 മണിക്കോ 7 മണിക്കോ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഏക വരുമാന മാർഗമായ ഒരു വ്യക്തി രാവിലെ പുലരും മുമ്പ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ജീവന് നമ്മൾ എന്താണ് വില നമ്മൾ കൊടുക്കും. കാരണം ഇത് ചർച്ചയിലൂടെ കാണുന്നത് പോലെയല്ല അതിന്റെ യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന്റെ കണ്ണീര്. അവർക്ക് എത്ര പൈസ കൊടുത്താൽ നമുക്ക് നിർത്താൻ പറ്റും? അത്തരം അവസ്ഥകൾ ഇനിയെങ്കിലും ഇല്ലാതിരിക്കണമെങ്കിൽ ശക്തമായ രീതിയിൽ ഇതിന് പ്രവർത്തനമായിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം
ഭരണകൂടവും അല്ലെങ്കിൽ ആളുകളും ചർച്ചയും കാര്യങ്ങളായിട്ട് കാര്യമില്ല. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ, ഒറ്റ വിഷയമാണ് നേരത്തെ ഒരു പ്രതികരണം ഞാൻ ചോദിക്കുന്നത്. ഇതൊരു നഗരപ്രദേശത്തായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല ഭരണകൂടത്തിന്റെ നിലപാട് എന്ന് നേരത്തെ ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ പറയുകയുണ്ടായി. അതൊരു വലിയ അർത്ഥമല്ലേ? ജനങ്ങളുടെ ജീവിതത്തിന് തന്നെ വിവേചനം പല രീതിയിലാണ് ഭരണകൂടം നൽകുന്നത്, പല രീതിയിലാണ് കൽപ്പിക്കപ്പെടുന്നത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമില്ലേ? ഭയപ്പെടാതെ അല്ലല്ലോ ഇരിക്കുക. ഇത് ഏത് രീതിയിലുള്ള അലർട്ടുകളായിരിക്കും ഇത് ഒരു ഗ്രാമപ്രദേശത്തിന് അപ്പുറമാണ് ഇത് നടക്കുന്നതെങ്കിൽ എന്നുള്ളൊരു സാധാരണ ചോദ്യമുണ്ടല്ലോ. ശ്രീ ഗുരുവായൂരപ്പൻ. ശ്രീ ഗുരുവായൂരപ്പൻ കേൾക്കുന്നുണ്ട്? നല്ലൊരു പരിധിവരെ ഞാനത് യോജിക്കുന്നു. കാരണം അവിടെ അങ്ങനെ ഒരു വിവേചനം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഒരു നല്ലൊരു പരിധി വരെ ഞാൻ പറഞ്ഞത് അതിനോട് യോജിക്കുന്നു. കാരണം അവിടെ മറ്റു എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതായത് അവിടെ വേറെ ദുരന്ത നിവാരണ സേനയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ചെറിയ സാങ്കേതിക വിഷയങ്ങൾ പാനലിസ്റ്റുകളിലേക്ക് തന്നെ തിരികെ എത്താം വളരെ പെട്ടെന്ന്. ന്യൂസ് ടെൻസിൽ ഇനിയൊരു ഇടവേള. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ ഭാര്യ അല്പം മുൻപ് ന്യൂസ് 8നോട് പ്രതികരിച്ചത് കൂടി നമ്മൾ കേട്ടതാണ്. ഇതിനകത്ത് പ്രശ്നപരിഹാരമാണ്, നഷ്ടപരിഹാരമല്ല വേണ്ടതെന്ന്, പ്രശ്നപരിഹാരമാണ്. കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ വന്യജീവി ആക്രമണങ്ങൾ, വന്യജീവികളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് ശക്തമാക്കുകയാണ് വേണ്ടത് എന്ന് കൂടിയാണ് ഷീബ പറയുന്നത്. അത് ഒരാളുടെ മാത്രം അഭിപ്രായമല്ല. വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടിയ കണക്ക് പരിശോധിക്കുമ്പോൾ ഇതിന്റെ പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തുക, എന്തുകൊണ്ട് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അതിന്റെ സന്തുലിതാവസ്ഥ എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന് ഉത്തരം നൽകേണ്ടത് ജനങ്ങളല്ല, ഭരണാധികാരികൾ തന്നെയാണ്, വനം വകുപ്പാണ്, അധികൃതരാണ്. ആ നടപടിയിലേക്കാണ് കടക്കേണ്ടത്. അതുകൂടിയായിരുന്നു ന്യൂസ് ടെൻസ് ഈ ഒരു മണിക്കൂർ പരിശോധിക്കുകയും ചെയ്തത്. മറ്റൊരു വിഷയമായി ന്യൂസ് ടെൻസ് അടുത്ത മണിക്കൂറിൽ തുടരും. ഇനി ഫാസ്റ്റ് ന്യൂസുമായി അശ്വതി ചേരും. നമസ്കാരം.